Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് ഇമാം നബവിയുടെ 40 ഹദീസുകളിൽ 9ാമത്തേതാണ് വായിക്കേണ്ടത്. അൻ അബീ ഹുറൈറത അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു ഖാൽ സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും ഫഇന്നമാ അഹലകല്ലദീന മിൻ ഖബ്ലികും കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയായിഹിം. ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബൂ ഹുറൈറ എന്ന പേര് ഏറെ വിശ്രുതമാണല്ലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമനി എന്നതാണ്. യമനിലെ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 7 അല്ലെങ്കിൽ 7 ശേഷം ഖൈബർ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മദീനയിലെത്തുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും. അന്നു മുതൽ റസൂലിന്റെ നിഴലുപോലെ കൂടെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി അത് ഇദ്ദേഹമാണ്. കാരണം അദ്ദേഹം റസൂലിൽ നിന്ന് ഒരു വേള പോലും വിട്ടു നിന്നിരുന്നില്ല എന്ന് കാണാം. എപ്പോൾ സംസാരിക്കുമ്പോഴും റസൂലിന്റെ ഏതെങ്കിലും ഒരു വശത്ത് അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് പലപ്പോഴും അബൂ ഹുറൈറ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പതിവ് റസൂലിനുണ്ടായിരുന്നത്രേ. ഹദീസുകൾ മനഃപ്പാഠം ചെയ്യാൻ വലിയ കഴിവുള്ള അബൂ ഹുറൈറ പ്രഗത്ഭനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ കൂടിയാണ്. മനഃപ്പാഠമാക്കിയിട്ട് തൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നതല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. മറിച്ച് അദ്ദേഹം ഒരു വലിയ മദ്രസ നടത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം ആളുകൾ എപ്പോഴും സംശയങ്ങൾ ചോദിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. പുറമെ ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ട്. പൂച്ചക്കുട്ടികൾ പോലുള്ള പെറ്റുകളോട് വലിയ വാത്സല്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് സ്വഹാബാക്കൾ അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന വിളിപ്പേരിട്ടത്. റസൂലും ആ പേര് തന്നെ ഉപയോഗിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന ശേഷവും ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൽ നിന്ന്. പലപ്പോഴും ഭക്ഷണത്തിന്റെ കമ്മി കൊണ്ട് വിശന്ന് വലഞ്ഞ് നട്ടം തിരിയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉടനെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് എന്തോ ഒരു സംശയം ചോദിച്ചു. സംശയത്തിന് ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് കൂടെ നടന്ന് അബൂബക്കറിന്റെ വീട്ടിലെത്തി എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേഗം അതിനുള്ള മറുപടിയും പറഞ്ഞ് തൻ്റെ വഴിക്ക് പോയി. നിരാശനായി നടക്കുമ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. അദ്ദേഹത്തോട് സമാനമായി കുശലം പറഞ്ഞ് കൂടെ കൂടി. പക്ഷെ ഉമറും കാര്യം തിരിച്ചറിയാതെ അവശ്യമായ മറുപടി പറഞ്ഞ് തൻ്റെ വഴിക്ക് പോയി. മൂന്നാമതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. റസൂലിൻ്റെ കൂടെ മടിച്ചാണെങ്കിലും നടന്നു ചെന്നു. പക്ഷെ മുഖത്ത് നിന്ന് തന്നെ അബൂ ഹുറൈറയുടെ സ്ഥിതിവിശേഷം മനസ്സിലാക്കിയ അദ്ദേഹം നേരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പാത്രം നിറയെ പാല് കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ അബൂ ഹുറൈറയുടെ മനസ്സ് പകുതി നിറഞ്ഞു. അതിപ്പോൾ എനിക്ക് കുടിക്കാൻ കിട്ടും എന്ന് അദ്ദേഹം കരുതി. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായി റസൂൽ പറയുന്നു, പള്ളിയിൽ സ്ഥിരമായി താമസിക്കുന്ന അസ്ഹാബ് സുഫ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, അവരെ വിളിച്ചിട്ട് വാ, ഈ പാല് അവർക്ക് കൊടുക്കണമെന്ന്. ഒരു നിമിഷം നിരാശയുടെ പടുകുഴിയിലേക്ക് അദ്ദേഹം വീണു. എന്നാലും പോയി ചെന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്നു. അവർക്കെല്ലാം ഈ പാത്രത്തിൽ നിന്നും പാല് പാനം ചെയ്തു റസൂൽ. അവസാനം ഒരു ഇത്തിരി മാത്രം പാത്രത്തിൽ ബാക്കിയായി. റസൂൽ പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഉള്ളതാണിത്, താങ്കൾ എടുത്ത് കുടിച്ചോ, എന്നിട്ട് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മാത്രം പാത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ആവശ്യക്കാരന് അനൗചിത്യം വേണ്ടതില്ലല്ലോ എന്ന മട്ടിലെന്നോണം ആ പാലെടുത്ത് അദ്ദേഹം കുടിച്ചു വയറ് നിറയുവോളം, തൻ്റെ ദിവസങ്ങളായുള്ള ദാഹവും വിശപ്പും ശമിക്കുവോളം അദ്ദേഹം കുടിച്ചു. എന്നിട്ട് പാത്രം വെച്ചപ്പോൾ അപ്പോഴും അതിനകത്ത് പാല് ബാക്കിയായിരുന്നു. ബാക്കി റസൂൽ എടുത്ത് കുടിച്ചു എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അബൂ ഹുറൈറയെ കുറിച്ച് ഇനിയും ധാരാളം പറയേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭം ഞാൻ അതിന് ഉപയോഗിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ബഹ്റൈനിലെ ഗവർണറായിട്ട് അദ്ദേഹം നിയമിച്ചിരുന്നു. മാത്രമല്ല മസ്ജിദ് നബവിയുടെ അമീറായും പിന്നീട് അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ഇരിക്കട്ടെ, ഹദീസിലേക്ക് വരാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടു. മാ നഹൈതുകും അൻ ഫജ്തനിബു, ഞാൻ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് വിരോധിക്കുന്നത് അത് നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. വമാ അമർത്തുക്കും ബിഹി, ഏതൊരു കാര്യമാണോ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഅതു മിൻഹു മസ്തതഅതും, സാധ്യമാകും വിധം അത് നിങ്ങൾ കൊണ്ടുവരണം അഥവാ നടപ്പിലാക്കണം. ഫഇന്നമാ അഹലകല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോയതിൽ ഒരു കാരണം കസ്റത്തു മസായിലിഹിം, അധികരിച്ച ചോദ്യങ്ങളായിരുന്നു. മറ്റൊന്ന് വഖ്തിലാഫുഹും അലാ അംബിയായിഹിം, പ്രവാചകന്മാരോടുള്ള അവരുടെ വിയോജിപ്പുമായിരുന്നു. ഇതാണ് ഹദീസ്. അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ഈ ഹദീസിനൊരു പശ്ചാത്തലം പറയപ്പെടുന്നുണ്ട്. അതുകൂടി പറയുമ്പോൾ അധികം വ്യാഖ്യാനിക്കേണ്ടി വരില്ല. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ നടത്തുമായിരുന്നു.
യാ അയ്യുഹന്നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു. അള്ളാഹ് നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നത്, അക്കുല്ലു ആമിൻ യാ റസൂലല്ലാ, എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ടോ റസൂലെ? കേട്ടപ്പോൾ റസൂൽ മിണ്ടാതിരുന്നു. വീണ്ടും അയാൾ അതേ ചോദ്യം ചോദിച്ചു. അപ്പോഴും റസൂൽ മിണ്ടിയില്ല. മൂന്നാമതും ആവർത്തിച്ചപ്പോൾ റസൂല് ഒരിത്തിരി രോഷത്തോടു കൂടി പറഞ്ഞു, ലൗ കുൻതു നാം ലവജബത്, ഞാൻ എങ്ങാനും അത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധമായി തീരും. വലമ്മ ഇസ്തതാഴ്ത്തും, പിന്നെ നിങ്ങൾക്ക് സാധിക്കാതെയും പോകും. അതുകൊണ്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ദറൂനി മാ തറക്തും, ഞാൻ വേണ്ടെന്ന് വെച്ചത് കാര്യങ്ങൾ നിങ്ങളും വേണ്ടെന്ന് വെച്ചേക്കണം. അതിന്റെ പിന്നാലെ കൂടി ചൊറിഞ്ഞു നടക്കരുത്. വഇന്നമാ ഹലക മൻ കാന ഖബലകും ബികസ്റതി സുആലിഹിം, നിങ്ങളുടെ പൂർവ്വ കൗമുകൾ നശിച്ചു പോയത് അവരുടെ അനാവശ്യമായ അധികരിച്ച ചോദ്യങ്ങൾ കൊണ്ടായിരുന്നു. വഖ്തിലാഫിഹിം അലാ അംബിയാഹിം, പ്രവാചകന്മാരോട് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതുകൊണ്ടുമായിരുന്നു. ഫൈദ അമർത്തുക്കും ബിഷൈ ഫഅതു മിൻഹു മസ്തതഅതും, അതുകൊണ്ട് ഞാൻ വല്ലതും നിങ്ങളോട് കൽപ്പിച്ചാൽ സാധ്യമാകുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. വൈദാ നഹൈതുകും അൻ ഷൈഇൻ ഫദഉ, ഞാൻ വല്ലതും വിലക്കിയാലോ അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു കളയാ. ഇതാണ് ഒരു മൂമിനിന്റെ നിലപാടായി മാറേണ്ടത്. ഹദീസ് ഒരു മൗലിക സ്വഭാവമുള്ളതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇത് റസൂൽ സ്വന്തം നിലക്ക് പറയുന്നതും അല്ലതാനും. സൂറത്തുൽ ഹശ്റിൽ കാണാം, വമാ ആതാകുമുർ റസൂൽ ഫഖുദു, റസൂൽ വല്ലതും കൊണ്ടുവന്ന അത് സ്വീകരിച്ചോ. വമാ നഹാക്കും അൻഹു ഫൻതഹു, റസൂൽ വല്ലതും വിരോധിച്ചാൽ അത് ഒഴിവാക്കിക്കോ എന്നല്ല പറയുന്നു. സൂറത്തുൽ നിസായിൽ കാണാം, അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. മൻ യുതിഇ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്, ഇനി ആര് റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹിനെ തന്നെയാണ് അനുസരിക്കുന്നത്. അപ്പൊ റസൂലിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുക എന്ന് പറയുന്നതും ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. ബനു ഇസ്രായേലുകളുടെ കാര്യമാണ് എപ്പോഴും കസ്രത്ത് മസായിലിന് ഉദാഹരണമായി പറയാറുള്ളത്. അവർ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിക്കാനും അതിൽ നിന്ന് വകഞ്ഞു മാറാൻ ഒഴിഞ്ഞു മാറാനും വേണ്ടിയിട്ട് പലതരം ലൊട്ടിലൊടുക്ക് ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അതിലൊരു ഉദാഹരണം സൂറ ബഖറയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ മരണം വലിയ കോലാഹലവും വിവാദവുമായപ്പോൾ പരിഹാരമെന്ന നിലക്ക് ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിലൂടെ കൽപ്പിച്ചു. ആ കൽപ്പന കിട്ടിയ മാത്രയിൽ അത് ചെയ്യുന്നതിന് പകരം നിരന്തരമായി വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തത്. ഒടുക്കം അത് അവരെ കൊണ്ട് സാധ്യമാകാത്ത വിധം കുടുസായി മാറി. എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങൾ മുഖാന്തരം എന്നാ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുമെന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം അള്ളാഹ് പറയുന്നത് വമാ കാദു യഫഅലൂൻ, അവർക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അവരതിന് വില്ലിങ് ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹ് വിട്ടില്ല. ചോദ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ 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 ഉത്തരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസകരമായി തീർന്നു. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് ലൗ തസ്അലു അൻ അഷ്യാ, നിങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചുകൊണ്ടേയിരുന്നാൽ തുബ്ദലക്കും തസുഉക്കും, അത് നിങ്ങൾക്ക് വെളിപ്പെടുകയും ചെയ്യും, നിങ്ങൾക്കത് പ്രയാസകരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അള്ളയും റസൂലും ഒക്കെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളൊരു അഫുവാണ്, ഒരു ഇളവാണ്, ഒരു വിട്ടുവീഴ്ചയാണെന്ന് മനസ്സിലാക്കി അതുമേൽ കൂടുതൽ ചൊറിഞ്ഞു പിടിച്ച് കയറാതിരിക്കുക എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെല്ലാ മേഖലയിലും പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബനു ഇസ്രായേലുകൾ തങ്ങളുടെ പ്രവാചകന്മാരോടുള്ള നിഷേധാത്മകതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. സമാനമായി നേതൃത്വത്തോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും നിഷേധാത്മക നിലപാട് സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇസ്തതാഅത്തിനനുസരിച്ചാണ് അള്ളാഹു നമ്മളിൽ നിന്നും കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ദീനിന്റെ നൈർമല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ലക്ഷണമാണ് എന്നും കൂട്ടച്ചേർത്ത് പറയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത 10-ാമത്തെ ഹദീസ് അടുത്ത ദിവസം പരിശോധിക്കാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.